Face to Face on Pravasi Channel, brought to you by South Park Funeral Homes, Cemetery and Crematory. Personal consultation available by appointment. Call Sunil John Kora, the Community Relations Director, for an appointment at 1-813-409-9050. ഈ സംഘടനയെ വേറൊരു ദിശയിലേക്ക് നയിക്കണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ടീം പ്രോമിസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ അതിൽ ഒരുപാട് വിശ്വാസം അർപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഈ ടീം പ്രോമിസിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ നന്നായി പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ ഈ ടീം പ്രോമിസിലേക്ക് വന്നത്. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ജോസ് ഫ്ലോറിഡ എന്നറിയപ്പെടുന്ന മാത്യു വർഗീസാണ്. ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്കളുടെ കഴിഞ്ഞ കാലങ്ങളിലെ ഫോമയിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ആദ്യമായിട്ട് ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായിട്ട് അമേരിക്കയിലെ സാംസ്കാരിക സംഘടനകളിൽ ഞാൻ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ്. ഫോക്കാന എന്ന പ്രസ്ഥാനത്തെക്കൂടെ 2004-06 കാലഘട്ടത്തിൽ അതിൻ്റെ നാഷണൽ ട്രഷററായിട്ട് പ്രവർത്തിക്കുകയും അതിനുശേഷം ഫോമ രൂപീകരിക്കുന്നതിൽ സുപ്രധാനമായ ഒരു പങ്ക് വഹിക്കുകയും ചെയ്തു. അതിനുശേഷം 2014-16 കാലഘട്ടങ്ങളിൽ ഫ്ലോറിഡയിൽ മയാമിയിൽ നടന്ന കൺവെൻഷൻ്റെ ചെയർമാനായിട്ട് സുപ്രധാനമായ പങ്ക് വഹിക്കുകയും അതിനുശേഷമുള്ള 2 വർഷങ്ങളിൽ ഫോമയുടെ PRO ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. ഇതിനിടയിൽ പല മറ്റ് സംഘടനകളിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏഷ്യാനെറ്റിൻ്റെ തുടക്കം മുതൽ അതിൽ സജീവമായിട്ട് അമേരിക്കയിലെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇന്ത്യ പ്രസ് ക്ലബിൻ്റെ ഫ്ലോറിഡ ചാപ്റ്ററിൻ്റെ പ്രസിഡൻ്റായിട്ട് നിരവധി തവണ ഞാൻ പ്രവർത്തിക്കുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ ഫോമയിൽ 2026-28 കാലഘട്ടത്തിലേക്ക് പ്രസിഡൻ്റായിട്ട് മത്സരിക്കുവാനായിട്ട് ഞാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഫോമയുടെ പ്രസിഡൻ്റായിട്ട് മത്സരിക്കാൻ താങ്കളെ പ്രചോദിപ്പിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? ഫോമ എന്ന സംഘടനയിലെ 2 വർഷം നയിക്കുവാനായിട്ട് എനിക്ക് പ്രചോദനം നൽകിയത് ഞാൻ സ്നേഹിക്കുന്ന നിരവധി സുഹൃത്തുക്കളുടെ ആവശ്യപ്രകാരവും അതോടൊപ്പം തന്നെ ഞാൻ പ്രതിദാനം ചെയ്യുന്ന നവകേരള മലയാളി അസോസിയേഷൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ ആവശ്യപ്രകാരവുമാണ് ഞാൻ ഈ തീരുമാനത്തിലേക്ക് കടന്നു വന്നത്. അതോടൊപ്പം വിശ്വാസയോഗ്യതയോടുകൂടി സുതാര്യതയോടുകൂടി ഈ സംഘടനയെ 2 വർഷം നയിക്കുവാൻ എനിക്ക് കഴിയും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടി ഈ സംഘടനയെ വേറൊരു ദിശയിലേക്ക് നയിക്കണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. നിരവധി വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള താങ്കൾക്ക് ഈ ടീം ബിൽഡ് ചെയ്യാൻ എങ്ങനെയാണ് കഴിഞ്ഞത്? ഞാൻ നയിക്കുന്ന ടീം 6 പേരാണുള്ളത്. ഞാൻ പ്രസിഡൻ്റായിട്ടും അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഫിലോഡൽഫിയയിൽ നിന്നുമുള്ള അനൂസ് കറിയായും, ട്രഷറർ സ്ഥാനാർത്ഥിയായി ബിനോയ് തോമസ് ന്യൂയോർക്കിൽ നിന്നും, വൈസ് പ്രസിഡൻ്റായി ജോൺസൺ ജോസഫ് കാലിഫോർണിയയിൽ നിന്നും, ജോയിൻറ്റ് സെക്രട്ടറിയായി രേഷ്മ രഞ്ജൻ ഡാളസിൽ നിന്നും, ടാമ്പ ഫ്ലോറിഡയിൽ നിന്നും ടിറ്റോ ജോണ് ജോയിൻറ്റ് ട്രഷററായിട്ടുമാണ് എൻ്റെ ടീമിൽ മത്സരിക്കുന്നത്. ഞങ്ങളുടെ ടീമിൻ്റെ പേര് ടീം പ്രോമിസ് എന്നുള്ളതാണ്. ടീം പ്രോമിസ് എന്നുള്ളത് വെറും ഒരു വാഗ്ദാനമല്ല, അതൊരു സന്ദേശമാണ്. അതോടൊപ്പം തന്നെ സത്യസന്ധതയും ആത്മാർത്ഥതയും സുതാര്യതയും ഞങ്ങൾ കാത്തു സൂക്ഷിക്കും എന്നുള്ള ഫോമയുടെ പ്രവർത്തകർക്കും അംഗസംഘടനകൾക്കുമുള്ള ഞങ്ങളുടെ വാഗ്ദാനമാണ്. അതോടൊപ്പം തന്നെ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് കാണിക്കുമെന്നും ചെയ്യാൻ പറ്റുന്നത് മാത്രമേ പറയാവൂ എന്നുള്ള ഞങ്ങളുടെ ഒരു ആശയത്തിൽ നിന്നും ഉടലെടുത്തതാണ് ടീം പ്രോമിസ്.
ടീം പ്രോമിസ്. ടീം പ്രോമിസിന് പലതരം അർത്ഥതലങ്ങളുണ്ട്. ഈ പേര് തിരഞ്ഞെടുക്കാനുള്ള പശ്ചാത്തലവും ഇത് മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശവും എന്താണെന്ന് പറയാമോ? ടീം പ്രോമിസ് എന്നുള്ള പേര് ഞങ്ങൾ തിരഞ്ഞെടുത്തപ്പോൾ അത് വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. ടീം പ്രോമിസ് എന്നുള്ളത് വെറും ഒരു പേരിൽ ഒതുങ്ങുന്നതല്ല. അതിന് നിരവധി അർത്ഥങ്ങളുണ്ട്, നിരവധി വാഗ്ദാനങ്ങളുണ്ടതിൽ. സത്യസന്ധതയും വിശ്വാസ്യതയും സുതാര്യതയും ഒക്കെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അമേരിക്കയിലുടനീളം ഞങ്ങൾ പല സ്ഥലങ്ങളിൽ അത് പോയി ഫോമയെ സ്നേഹിക്കുന്ന ഫോമയിലെ അംഗസംഘടനകളെയും വ്യക്തികളെയും അത് പറഞ്ഞ് മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ അത് പ്രാവർത്തികമാക്കും എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയോടുകൂടിയാണ് ഞങ്ങൾ ഒന്നിച്ച് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കണം എന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. വിശ്വാസം, സത്യസന്ധത, ഉത്തരവാദിത്വം, സുതാര്യത എന്നീ 4 മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ടീം പ്രോമിസ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ വിജയിച്ചു വന്നാൽ കഴിഞ്ഞ കാലങ്ങളിലെ ഭരണകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ എന്ത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? ആദ്യമായി കഴിഞ്ഞ കാലങ്ങളിൽ ഈ സംഘടനയെ നയിച്ചവരായിട്ടുള്ള മാന്യ വ്യക്തികളെ എല്ലാവരെയും ഒരുപോലെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ അംഗസംഘടനകളെയും റീജിയണൽ കമ്മിറ്റികളെയും നാഷണൽ കമ്മിറ്റിയെയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് അവരെ എല്ലാവരെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഈ സംഘടനയെ ഒന്നിച്ച് ഒരു യൂണിറ്റിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊരു ദൗത്യമാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. അതിനുശേഷം യുവജനങ്ങളെയും സ്ത്രീജനങ്ങളെയും ഒക്കെ റീജിയണൽ ലെവലിൽ ഏകോപിപ്പിച്ചുകൊണ്ട് സംഘടനയെ ശക്തമായിട്ടുള്ള ഒരു നേതൃത്വത്തോടു കൂടി 2 വർഷം നയിക്കാം എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ ടീം പ്രോമിസിൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. ഫോമയുടെ പ്രവർത്തകരോടും അംഗസംഘടനകളോടും സംഘടനാ നേതാക്കളോടും താങ്കൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്തെങ്കിലും ഉണ്ടോ? ഫോമയും അംഗസംഘടനകളും റീജിയണൽ കമ്മിറ്റികളും നാഷണൽ കമ്മിറ്റികളുമായിട്ട് നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്തുകൊണ്ട് എല്ലാവരുടെയും തീരുമാനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് 2 വർഷം ഈ ഫോമയെ മറ്റൊരു ദിശയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഞങ്ങളിൽ നിക്ഷിപ്തമാകുന്നത്. അത് തീർച്ചയായിട്ടും ഉത്തരവാദിത്വത്തോടു കൂടിയും അർപ്പണ മനോഭാവത്തോടു കൂടിയും ഞങ്ങൾ നിർവഹിക്കും എന്ന് അമേരിക്കൻ മലയാളികൾക്കും ഫോമയെ സ്നേഹിക്കുന്ന ആളുകൾക്കും ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. വ്യക്തിപരമായ താല്പര്യങ്ങൾക്കുപരിയായിട്ട് ഫോമയുടെ നന്മയും ഫോമയെ സ്നേഹിക്കുന്ന അംഗസംഘടനകൾക്കും അംഗസംഘടനാ നേതാക്കൾക്കും ഞങ്ങൾ വാഗ്ദാനം നൽകുന്നത് സത്യസന്ധതയോടുകൂടിയും സുതാര്യമായിട്ടും ആത്മാർത്ഥമായിട്ടും ഉത്തരവാദിത്വബോധത്തോടുകൂടി ഞങ്ങളുടെ 2 വർഷത്തെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഫോമയെ മറ്റൊരു ദിശയിലേക്ക് എത്തിക്കും എന്നുള്ള ഉറപ്പാണ്. തീർച്ചയായിട്ടും അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ സമയത്ത് യഥാസമയത്ത് ഫോമയുടെ കണക്കുകൾ അംഗസംഘടനകളിൽ എത്തിക്കും എന്നുള്ള ഒരു ഉറപ്പും അതോടൊപ്പം തന്നെ നിങ്ങൾ ചോദിക്കുന്ന ഏതൊരു ചോദ്യങ്ങൾക്കും സമയോചിതമായിട്ടുള്ള മറുപടി ഞങ്ങൾ നൽകുമെന്നും ഉള്ള ഉറപ്പാണ്. ഇതാണ് ടീം പ്രോമിസിൻ്റെ വാഗ്ദാനം. ടീം പ്രോമിസിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. Face to Face on Pravasi Channel, brought to you by South Park Funeral Homes, Cemetery and Crematory. Personal consultation available by appointment. Call Sunil John Kora, the Community Relations Director, for an appointment at 1-813-409-9050. ഈ പ്രോഗ്രാമിൽ ഇപ്പോൾ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് അനുസ്കറിയ. അനു ഫോമയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിക്കുന്നു. അനു, എന്താണ് പ്രചോദനം ഈ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട്? താങ്ക് യു രേഖ. 2014 തൊട്ട് ഞാൻ ഫോമയുടെ വിവിധ മേഖലകളിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെയും ഓരോ ചെയർപേഴ്സൺ എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ അതിൽ പ്രവർത്തിച്ച് മുൻപോട്ട് വന്നത്. അതിലൊക്കെയും 100% അതിൻ്റെ പ്രാവർത്തിക രൂപതയിലേക്ക് എനിക്ക് കൊണ്ടുവരാനെ കൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത്
ഫോമയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളുകൾ കണ്ടിട്ടുള്ള കാര്യമല്ല. സമൂഹത്തിലുള്ള എല്ലാ ആളുകളും അതിനെ അംഗീകരിച്ച് തരികയും അതിൽ 100% ഇതിൻ്റെ ഒരു ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ പ്രാപ്തമായി തീർക്കാൻ കൊണ്ട് കഴിവുള്ളൊരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് ഇനി മുൻപോട്ട് പ്രവർത്തിക്കാനെ കൊണ്ടുള്ള സാഹചര്യങ്ങൾ എനിക്ക് ഉണ്ട് എന്ന് എനിക്ക് തന്നെ മനസ്സിലായത്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് 2-3 ടേമുകൾ മുൻപ് ഇരുന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥികളായാൽ പോലും അവർ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തിലേക്ക് വരാനെ കൊണ്ട് ട്രൈ ചെയ്യണം, അവരോടൊപ്പം പ്രവർത്തിക്കാനെ കൊണ്ട് വരണമെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളൂടെ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ എൻ്റെ മനസ്സിൽ കിടക്കുകയായിരുന്നു. ഇപ്പോഴായിരുന്നു അതിൻ്റെ ഒരു സാഹചര്യമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം മിസ്റ്റർ മാത്യു വർഗീസ് നയിക്കുന്ന ടീം പ്രോമിസിനോടൊപ്പം നിൽക്കാനെ കൊണ്ട് തീരുമാനിച്ചു. ഈ ടീം പ്രോമിസ് നമ്മുടെ അമേരിക്കൻ മലയാളികൾക്ക് എന്താണ് പുതിയതായിട്ട് സംഭാവന ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ടീം പ്രോമിസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ അതിൽ ഒരുപാട് വിശ്വാസം അർപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഈ ടീം പ്രോമിസിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിലൊന്ന് ഒരു കാര്യം ഞാൻ പറയാനെ കൊണ്ട് ആഗ്രഹിക്കുന്നത് പറയുന്നത് 2018-20 കാലഘട്ടങ്ങളിൽ ഒരു യൂത്തിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ഫോമയിൽ യൂത്തിൻ്റെ പ്രസൻസ് വളരെ കുറവായിരുന്നു. അപ്പോൾ ഈ യൂത്തിൻ്റെ പ്രസൻസ് ഉണ്ടാക്കാനെ കൊണ്ട് തന്നെ ആയിരിക്കണം എന്നെ ആ ഒരു കാലഘട്ടത്തിലിരുന്ന കമ്മിറ്റി യൂത്ത് ചെയർപേഴ്സൺ എന്ന രീതിയിൽ എനിക്കൊരു ടൈറ്റിൽ തന്നിട്ട് ഒരു പ്രവർത്തന തുടക്കത്തിന് വേണ്ടിയിട്ട് എന്നെ ഇതിലേക്ക് ഇറക്കി. അങ്ങനെ ഞാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അതിൽ അഡ്വൈസറി കൗൺസിലേഴ്സായിട്ട് പല ആളുകളെയും പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ അതിനകത്തിലോട്ട് കൂട്ടിച്ചേർത്തിട്ട് അമേരിക്കയിലുള്ള എനിക്ക് തോന്നുന്നു ഒരു 100-150 വീടുകൾ, അതായത് നമ്മൾ അസോസിയേഷനുകളിൽ വിളിക്കുകയും അതുപോലെ തന്നെ നാഷണൽ കമ്മിറ്റി മെമ്പേഴ്സ്, RVPമാർ ഇവരെയൊക്കെ വിളിച്ചിട്ട് നമ്മൾക്ക് അവിടെ പ്രവർത്തിക്കുന്ന കഴിവുള്ള കുട്ടികളെ കണ്ടുപിടിച്ചിട്ട് നമ്മൾക്ക് അതിനകത്തിൽ ഒരു യൂത്തിൻ്റെ ഒരു ഫോറം ഉണ്ടാക്കാനെ കൊണ്ട് നമ്മൾ ശ്രമിച്ചു. ഫോമയുടെ യൂത്ത് ഫോറം ഏതാണ്ട് 20 കുട്ടികൾ അടങ്ങുന്ന ഒരു നല്ല ഒരു ടീമിനെ നമുക്ക് സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനെ കൊണ്ട് ആ കാലഘട്ടത്തിൽ സാധിച്ചു. അവർ പ്രവർത്തിച്ചതെന്ന് പറയുമ്പോൾ അവരുടെ അവർക്ക് സ്വയമായിട്ട് പ്രവർത്തിക്കാനെ കൊണ്ടുള്ളൊരു മേഖല അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതിൽ കുട്ടികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല, അവർക്ക് മെൻറ്റർഷിപ്പ് കൊടുക്കാനെ കൊണ്ട് വേണ്ടിയിട്ട് നമ്മൾക്ക് പ്രായമുള്ള അല്ലെങ്കിൽ ഫോമയുമായിട്ട് ബന്ധപ്പെട്ട് പരിചയമുള്ള ആളുകൾ അതിൽ വരണം, അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാനെ കൊണ്ടുള്ള ഒരു കമ്മിറ്റിയുടെ നമ്മൾക്ക് അതിലുണ്ടാക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് വെച്ച് ഒരു യൂത്ത് ഫോറം വളരെ ശക്തമായ രീതിയിൽ ബിൽഡ് ചെയ്ത് നമ്മൾ മുൻപോട്ട് കൊണ്ടുവന്നു. അതിന് നേതൃത്വം കൊടുക്കുവാനെ കൊണ്ട് എനിക്ക് സാധിച്ചു എന്നുള്ളത് 100% എനിക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ്. അത് ആളുകൾ അംഗീകരിച്ച് തന്നൊരു കാര്യം കൂടെയാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഉള്ള പ്രാതിനിധ്യം. എനിക്ക് തോന്നുന്നു ഞാൻ സംഘടനയിൽ പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ഈ സംഘടനാ പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ എണ്ണത്തം വളരെ കുറവായിരുന്നു. അന്നത്തെ ഒരു കാലഘട്ടത്തിൽ യുവജനങ്ങളെയും സ്ത്രീകളെയും മുൻപോട്ട് എത്രമാത്രം കൊണ്ടുവരാനെ കൊണ്ട് ഒത്തുകഴിഞ്ഞാൽ മാത്രമേ ഈ സംഘടനകൾക്ക് വളർച്ചയുള്ളൂ എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ നമ്മൾ കൊണ്ടുവന്ന് ഈ സംഘടനയിൽ അവരുടെ ഒരു വിമൻസ് ഫോറം ഉണ്ടാക്കിയെടുക്കുകയും ആ വിമൻസ് ഫോറം വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുവാനെ കൊണ്ട് പുറയിൽ നിന്നുള്ള ശക്തി ആ കമ്മിറ്റികൾ കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ട് വരാനെ കൊണ്ട് സാധിച്ചു. അപ്പം ഈ 2 കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മൾക്കൊരു സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരാനെ കൊണ്ട് വീണ്ടും അവിടെ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ. അതുപോലെ തന്നെ ബിസിനസ് ഫോറം മീറ്റിങ്ങുകൾ അതുപോലെ തന്നെ മറ്റ് ഇപ്പോഴേ വളരെ പല കുടുംബങ്ങളിലും വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്റേഴ്സ് കുടുംബങ്ങളിൽ നടക്കുന്നുണ്ട്. അത് പല കാര്യങ്ങളും വെളിയിൽ നമ്മളെ ആളുകൾ ഒന്നും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ച് ഡിപ്രഷന്, ബൈപ്പോളർ ഡിസീസ്, ഇതൊക്കെ ചില കുടുംബങ്ങളിൽ വളരെ ശക്തമായിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള ഒരു ഫോറം, അതിൻ്റെ ഒരു മെഡിക്കൽ ടീം ഉണ്ടാക്കി അതിനെ എടുത്തിട്ട് അവർക്ക് ഡിസ്കസ് ചെയ്യാനെ കൊണ്ടോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു വിങ്ങായിട്ട് കൊണ്ടുവന്നിട്ട് അതിൽ അവർക്ക് വേണ്ടതായിട്ടുള്ളൊരു സഹായം എടുക്കുക എന്നുള്ളൊരു കാര്യം കൂടെ നമ്മളിതിൽ ഉൾപ്പെടുത്താൻ താല്പര്യപ്പെടുകയാണ്. ടീം പ്രോമിസിനെ എന്താണ് വ്യത്യസ്തമാക്കുന്നത്? ഞാൻ ടീം പ്രോമിസിലേക്ക് വരുന്നത് തന്നെ ഒരുപാട് ആലോചിച്ച ശേഷമാണ് ഞാൻ വരുന്നത്. അത് വരാനുള്ളൊരു പ്രത്യേക കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റ് സ്ഥാനാർത്ഥികളും വരാൻ താല്പര്യപ്പെടുന്ന മറ്റാളുകളും എന്നെ സെക്രട്ടറി സ്ഥാനത്തിലേക്ക് വിളിക്കുമ്പോൾ പോലും ഞാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞൊരു വ്യക്തി തന്നെയാണ്. അതിൻ്റേതായ കാരണങ്ങൾ ചിലപ്പോൾ കാണുമായിരിക്കും. പക്ഷേ മിസ്റ്റർ മാത്യു വർഗീസ് നയിക്കുന്ന ടീം പ്രോമിസ് എന്ന കാരണം അദ്ദേഹത്തിനെ പറ്റി ഞാൻ
ഒരുപാട് അറിയുകയും അദ്ദേഹത്തിനെ പറ്റി പറയുന്ന പല ആളുകളും വളരെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനെ ഒരുപാട് കാലമായിട്ട് അറിയുന്ന ആളുകൾ തന്നെയാണ് എന്നെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ മെച്യൂരിറ്റി, അദ്ദേഹത്തിന് ഒരു ടീമിനെ നയിക്കാനുള്ള കഴിവ് ഉണ്ട് എന്ന് പൂർണ്ണമായുള്ളൊരു മനസ്ഥിതി എനിക്ക് മനസ്സിലായ ശേഷമാണ് ഞാൻ മിസ്റ്റർ മാത്യു വർഗീസിൻ്റെ ടീം പ്രോമിസ് എന്ന് പറയുന്ന ടീമിലേക്ക് ഞാൻ വരുന്നത്. അത് കഴിഞ്ഞ ശേഷമാണ് മിസ്റ്റർ ജോൺസൺ ജോസഫ് കാലിഫോർണിയയിൽ നിന്ന് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. അദ്ദേഹം കാലിഫോർണിയയിൽ RVP ആയിരുന്നു, RVP ആണ്. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ആ കാലിഫോർണിയയിലുള്ള ആളുകൾ മാത്രമല്ല മനസ്സിലാക്കിയിരിക്കുന്നത്, അമേരിക്കയിലുള്ള വിവിധ എല്ലാ സംഘടനകൾക്കും അല്ലെങ്കിൽ ആളുകൾക്കും അദ്ദേഹത്തിനെ പറ്റി നല്ല പരിചയവും നല്ല കഴിവുള്ളൊരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹവും നമ്മുടെ പാനലിലേക്ക് വരുന്നത്. ബിനോയ് തോമസ് ട്രഷറർ സ്ഥാനാർത്ഥിയായിട്ട് ന്യൂയോർക്കിൽ നിന്ന് വരുമ്പോൾ ബിനോയ് തോമസിനെ കാലാകാലങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഏതാണ്ട് 10-20 വർഷത്തോളം എനിക്ക് അറിയാവുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള മേഖലകൾ എനിക്ക് 100% വിശ്വാസമുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ടും വളരെ ശുഷ്കാന്തിയോടുകൂടിയും ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുള്ളൊരു കാര്യം എനിക്ക് വളരെ മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് വരുന്നത് രേഷ്മ രഞ്ജൻ ഡാളസിൽ നിന്നാണ്. വളരെ കഴിവുള്ള ഒരു കുട്ടി. രേഷ്മ പ്രവർത്തിച്ച മേഖലകൾ എനിക്ക് നല്ല പരിചയമാണ്. വിമൻസ് ഫോറത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നഴ്സിംഗ് കുട്ടികൾക്കുള്ള നാട്ടിലെ പ്രോജക്റ്റിൽ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ ഫോമയുടെ പല നാഷണൽ കമ്മിറ്റിയിലും അഭിപ്രായങ്ങളിലും എല്ലാ കാര്യങ്ങളിലും രേഷ്മ വളരെ ചാലഞ്ചോടുകൂടി കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ ടിറ്റോ ജോൺ ഫ്ലോറിഡ ജോയിൻറ്റ് ട്രഷറായിട്ടാണ് നമ്മളുടെ പാനലിലേക്ക് വന്നിരിക്കുന്നത്, ടീം പ്രോമിസിൻ്റെ പാനലിലേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹവും വളരെ ശക്തമായ രീതിയിൽ തൻ്റെ കഴിവുകൾ തെളിയിച്ചൊരു വ്യക്തിയാണ്. ഫോമയിൽ നാഷണൽ കമ്മിറ്റി ലെവലിലായാലും യൂത്ത് ഫോറത്തിൻ്റെ ചെയർപേഴ്സണായിട്ട് 2014 പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ അസോസിയേഷൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ടിറ്റോ ജോൺ. അപ്പം ഇത്രയും പേരുടെ ഒരു നല്ലൊരു കോമ്പിനേഷൻ വന്നപ്പോൾ ഈ ടീം വളരെ സ്ട്രോങ്ങും വളരെ പ്രോമിസബിളുമായിട്ടുള്ള ഒരു ടീമാണെന്ന് മനസ്സിലാക്കാനെ കൊണ്ട് എനിക്ക് സാധിച്ചു. ആ ഒരു കാരണമാണ് ഇന്ന് ഈ ടീം പ്രോമിസിനോടൊപ്പം ഞാൻ നിൽക്കാനുള്ള പ്രധാനപ്പെട്ട വേറൊരു കാരണം. താങ്ക് യു അനു. വി വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. അടുത്തതായി ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ബിനോയ് തോമസ്. അദ്ദേഹം ഫോമയുടെ നാഷണൽ ട്രഷററായിട്ട് മത്സരിക്കുന്നു. ടീം പ്രോമിസിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്താണ്? എന്തൊക്കെയാണ് നിങ്ങളുടെ പ്ലാൻ? ആദ്യമായിട്ട് മദർ തെരേസയുടെ ഒരു കോട്ടാണ്. നമുക്ക് ഒരുപക്ഷെ എല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലായിരിക്കും, പക്ഷേ ചെറിയ കാര്യങ്ങൾ വളരെ സ്നേഹത്തോടെ ചെയ്യാൻ പറ്റുമായിരിക്കും. അതാണ് ഞാൻ ചെറുപ്പകാലം തൊട്ട് പഠിച്ചിരിക്കുന്നത് പറഞ്ഞാൽ എൻ്റെ ഭവനത്തിൽ എൻ്റെ പിതാവ് ഒരു വലിയ പടം സൂക്ഷിച്ചിരുന്നു മദർ തെരേസയുടെ. അതിൽ നിന്നാണ് കാണപ്പെട്ട ദൈവമായിട്ട് ഞാൻ കണക്കാക്കുന്ന മദർ തെരേസയെ ആണ്. അതിൽ നിന്നാണ് ഞാൻ ചെറുപ്പകാലം മുതൽ വളർന്നു വന്നത്. പിന്നെ 88 മുതൽ കേരള സമാജം ഓഫ് സ്റ്റാറ്റൻ ഐലൻഡ് ന്യൂയോർക്കിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു. കേരള സമാജത്തിനൊരു പ്രൊജക്റ്റുണ്ട്, മേൽക്കൂര. ആ മേൽക്കൂര എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഭവനങ്ങളില്ലാത്ത ആളുകൾക്ക് ഒരു മേൽക്കൂര ഉണ്ടാക്കി കൊടുക്കുകയാണ് അതിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ചെയർമാനായിട്ട് വർഷങ്ങളോളം പ്രവർത്തിച്ച് ഏകദേശം 8-9 വീടുകൾ ഞങ്ങൾ നിർമ്മിച്ച് നൽകി. തുടർന്ന് ഞങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഫോമയിൽ 2020 മുതൽ 2022 RVP ആയിട്ട് പ്രവർത്തിക്കാൻ, ന്യൂയോർക്ക് മെട്രോ റീജിയൻ്റെ RVP ആയിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു. ന്യൂയോർക്ക് മെട്രോ റീജിയനെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് നമുക്ക് ഉയർത്താൻ പറ്റി. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. കോവിഡ് സമയത്ത് നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് ഇവിടെയും നാട്ടിലും ഉള്ളവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ആവശ്യമുള്ളവർക്ക് അടുത്ത് ഓടിച്ചെല്ലാൻ പറ്റി. അങ്ങനെ ഫോമയെ വേറൊരു തലത്തിലേക്ക് മാറ്റാനായിട്ട്, അല്ലെങ്കിൽ ന്യൂയോർക്ക് മെട്രോ റീജിയനും ഫോമയും വേറെ ഒരു തലത്തേക്ക് ഉയർത്താൻ പറ്റി. അങ്ങനെ ആ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ന്യൂയോർക്ക് മെട്രോ റീജിയൻ ഏറ്റവും ബെസ്റ്റ് റീജിയനായിട്ട് ഉയർത്താൻ പറ്റി. 2022 അതിൻ്റെ അവാർഡ് വാങ്ങാൻ പറ്റി. ടീം പ്രോമിസിലേക്ക് ഞാൻ വരാനുള്ള കാരണം വളരെ നല്ല ആശയങ്ങളുമായിട്ട് വന്നിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളും നേതാക്കളുമാണ്. അവർ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഒരുപാട് ഞാൻ ആലോചിച്ചപ്പോൾ ഇത്രയും നല്ലൊരു ടീമിനെ കിട്ടാൻ എനിക്കിനിയും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു നിമിഷത്തിൽ ഞാൻ വിചാരിച്ചു എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവരോട് ഒത്തുചേർന്ന് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ടീം പ്രോമിസ്, ഇങ്ങനെ ഇത്രയും നല്ലൊരു ടീം നമുക്ക് അമേരിക്കൻ മലയാളികൾക്ക് ഒരുപാട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇവരോടൊന്നിച്ച്
വളരെ നന്നായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ ഈ ടീം പ്രോമിസിലേക്ക് വന്നത്. താങ്കൾ ട്രഷററായിട്ടാണല്ലോ മത്സരിക്കുന്നത്. ഈ അക്കൗണ്ടുകളുടെ സുതാര്യതയെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഫോമയിൽ അക്കൗണ്ടബിലിറ്റി ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അത് വളരെ സുതാര്യതയോടും കൃത്യനിഷ്ഠയോടും ചെയ്യുകയാണ് എൻ്റെ ലക്ഷ്യം, ഞങ്ങളുടെ ടീമിൻ്റെ ലക്ഷ്യം. ഫോമയുടെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ഏൽപ്പിക്കുന്ന ഓരോ ഡോളറും അതിന് അക്കൗണ്ടബിലിറ്റിയും ട്രാൻസ്പെറൻസിയും ഉണ്ടായിരിക്കും. അതാത് സമയങ്ങളിൽ ഫോമയുടെ ഓരോ കണക്കും ഓരോ മെമ്പേഴ്സിനും എത്തിച്ചിരിക്കും. അതാണ് ഞങ്ങളുടെ മറ്റൊരു പ്രോമിസ്. താങ്ക് യു ബിനോയ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു. Face to Face on Pravasi Channel, brought to you by South Park Funeral Homes, Cemetery and Crematory. Personal consultation available by appointment. Call Sunil John Kora, the Community Relations Director, for an appointment at 1-813-409-9050.